എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള കളിയടക്ക ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പച്ചരി പൊടിച്ച് വറുത്തതാണ്. ഒരു ബൗൾ മുക്കാൽ ഭാഗം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 10-20 പീസ് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 2 സ്പൂണ് ചെറുജീരകം, കുറച്ച് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകവും എല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. നല്ല അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഒന്ന് കറക്കിയെടുക്കേ വേണ്ടൂ. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുഴച്ചതിന് ശേഷം നോക്കിയിട്ട് ചേർത്താൽ മതിയാകും. ഈ ഒരു പാകത്തിന് വേണം എടുക്കേണ്ടത്. ഇനി അരിപ്പൊടി ഇതുമായി തേങ്ങയായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പൊടിച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഏതാണ്ട് 3 ഗ്ലാസ് വെള്ളം വരെ ഇതിൽ ഒഴിക്കാവുന്നതാണ്. കുറേശ്ശെ ഒഴിച്ച് കുഴയ്ക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റും. ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ പരുവത്തിലാവുമ്പോൾ കുഴച്ചെടുക്കാവുന്നതാണ്. ഇനിയും വെള്ളം ഒഴിച്ച് കുഴയ്ക്കാവുന്നതാണ്. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാവുന്നതാണ്. ഇത് വറുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ ആക്കിയിട്ട് മാത്രമേ വറുക്കാവൂ. എങ്കിൽ നല്ല അകവും പുറവുമെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അത് എത്ര നാളിരുന്നാലും ആ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഒരു ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറം ക്രിസ്പി ആവും. പക്ഷേ കുറച്ച് ദിവസം പോലും ഇരിക്കില്ല. അപ്പോഴത്തേക്ക് തണുത്തു പോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ തീരെ കുടിക്കുകയില്ല. നമ്മൾ ഇത്രയും വറുത്ത് കഴിഞ്ഞാൽ ആ എണ്ണ അതുപോലെ തന്നെ വെക്കുകയും ചെയ്യും. ബ്രൗൺ കളറാവുന്ന സമയത്ത് എടുക്കാവുന്നതാണ്. എടുത്തത് ഇടാനും അതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വയ്ക്കാം. കളിയടയ്ക്ക വറുക്കുമ്പോൾ ശരിക്കും വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കുക. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അത് ഉരുട്ടിയെടുക്കുന്നതിന് പകരം ഇങ്ങനെ പരത്തിയെടുത്താലും നല്ല ടേസ്റ്റാണ്. എണ്ണയിൽ വറുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും. ഇതും എത്ര ദിവസം ഇരുന്നാലും ഈ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇങ്ങനെ കയ്യിലെടുത്ത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി കിട്ടുന്ന ആ പാകത്തിലാണ് കളിയടയ്ക്ക ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരുന്നാൽ അത് എത്ര നാളിരുന്നാലും അതുപോലെ ഇരിക്കുകയുള്ളൂ.
ഞാൻ പരത്തി വെച്ചതും അതുപോലെ ഒന്ന് ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിന് കോരിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കളിയടയ്ക്ക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.